യം ശൈവാः സമുപാസത്തെ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാത് ഗുണിജ പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീലേ ഗുരുവരാൻ മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാന തിമിരാരുണഃ. ഹരിഃ ഹരിഃ ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. അതുപോലെ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 3 തവണ കൂട്ടായി പരമപവിത്രവും അത്യന്ത ഫലപ്രദവും അനുഗ്രഹകരവുമായ ആ ഓംകാരം ജപിക്കണം. അത് ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെയും ഭാരതം എന്ന ഉപഭൂഖണ്ഡത്തെയും തരണം ചെയ്ത് കവച്ചു വെച്ച് ലോകം മുഴുവനും വ്യാപിക്കത്തക്ക വിധത്തിൽ വികസിച്ച് ഈ ധ്വനി അവിടെ എല്ലാം പ്രസരിക്കണം. അതുവഴി എല്ലാ ജീവജാലങ്ങൾക്കും സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവണം എന്നൊരു വിചാരം നിങ്ങളിൽ വേണം. ആ വിചാരത്തോടു കൂടി എൻ്റെ കൂടെ എല്ലാവരും ഓരോരുത്തരും ജപിക്കുക. മുക്തകണ്ഠം കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ. വിഷമിക്കാതെ ആകാവുന്നിടത്തോളം നിവർന്നിരിക്കുക. എന്നിട്ട് കണ്ണടയ്ക്കുക. വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. എൻ്റെ ശബ്ദത്തെക്കാളൊക്കെ വളരെ വളരെ വലുതായിരിക്കണം നിങ്ങളുടെ ശബ്ദം, അതിബൃഹത്ത്. ഇതാ ഓ ഹരിഃ ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. ഈ 2 ഭാഗത്തും എഴുതി വച്ചിട്ടുള്ള ശ്ലോകം ഞാൻ ചൊല്ലിത്തരട്ടെ? നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലുമോ? അതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയാം ഇത്തവണത്തെ ആത്മതത്വ സമീക്ഷയ്ക്ക്. തദാ മുക്തിഃ യദാ ചിത്തം തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി
ന മുഞ്ചതി ന ഗൃഹാതി ന ഹൃഷ്യതി ന കുപ്യതി. നല്ലോണം ചൊല്ലിയോ നിങ്ങൾ? എനിക്ക് തൃപ്തിയായില്ല. ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹാതി ന ഹൃഷ്യതി ന കുപ്യതി. ഇതിൻ്റെ അർത്ഥവും ചർച്ചയും ഒക്കെ നമുക്ക് പിന്നീട് നടത്താം. 5ാമത്തെ വർഷമാണല്ലോ നാം അഷ്ടാവക്ര സംഹിതയെ ആധാരമാക്കി ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു 8 ദിവസത്തെ ചർച്ചയ്ക്ക്. ഈ അഷ്ടാവക്ര സംഹിത എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജനക മഹർഷി മഹാരാജാവിന് ഒരു വലിയ വിദ്വത് സദസ്സ് ഉണ്ടായിരുന്നു. നല്ല നല്ല വിദ്വാൻമാർ അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ വേണ്ടി വന്നാൽ വേണ്ട വിമർശനം, നല്ല മൂല്യനിരൂപണം, നിർവചനം നൽകാൻ ത്രാണിയുള്ള പല മേഖലയിലുമുള്ള വിദ്വാൻമാർ, കവികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിറഞ്ഞ സദസ്സ്, ജനകൻ ആ സദസ്സുമായി സംവദിക്കുന്ന ഒരു സമയമായിരുന്നു. ജന്മന 8 വളവുള്ള ആളാണ് ഈ അഷ്ടാവക്ര മഹർഷി. അഷ്ടം എന്ന് പറഞ്ഞാൽ 8, വക്രത എന്ന് പറഞ്ഞാൽ വളവ്. അങ്ങനെ 8 വളവ് ശരീരത്തിനുള്ള ഒരു മഹർഷി, അത് അദ്ദേഹം മാത്രമേ ഉള്ളൂ. 8 വളവുള്ള ഒരാൾ എങ്ങനെ നടക്കുമെന്ന് നമുക്ക് ആർക്കും കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിനയക്കാർ പരിശ്രമിച്ചോട്ടെ. ആ 8 വളവോടുകൂടി ഒരു തരത്തിലുള്ള വിഷമമോ തടസ്സമോ ഒന്നും തോന്നാതെ അഷ്ടാവക്ര മഹർഷി ആ സദസ്സ് നടക്കുമ്പോൾ അവിടേക്ക് അങ്ങോട്ട് കടന്നു വന്നു. ഈ 8 വളവുള്ള ഒരാളെ കണ്ടപ്പോൾ ആ സദസ്സ് ആകെ പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരിച്ചത് എങ്ങനെയാ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കോട്ടോ തകരാറോ കണ്ടാൽ നമ്മൾ പൊട്ടിച്ചിരിക്കുക വേണ്ടത്, അതോ വേറെ വല്ലതുമോ എന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. അവരൊരു പരിഹാസമോ ഒരു അത്ഭുതമോ തോന്നി പൊട്ടിച്ചിരിച്ചപ്പോൾ ഇങ്ങനെ ഒരു സദസ്സാണോ ജനക മഹാരാജാവിൻ്റെ എന്ന് കണക്കാക്കി മഹർഷി അതിലേറെ പൊട്ടിച്ചിരിച്ചു. അപ്പം ജനക മഹാരാജാവിന് വല്ലാത്തൊരു സംശയവും ഒരു അന്വേഷണവും തോന്നി. ഈ വളവനെ കണ്ട് എൻ്റെ സദസ്സ് പൊട്ടിച്ചിരിച്ചത് ഒരളവ് വരെ എനിക്ക് മനസ്സിലാക്കാം, എന്നാൽ ഈ മഹർഷി എന്തിനാണാവോ പൊട്ടിച്ചിരിച്ചത് എന്ന് മനസ്സിലാകാതെ അദ്ദേഹം വളരെ താഴ്മയോടുകൂടി മഹർഷിയോട് ചോദിച്ചു, അങ്ങ് എന്താ പൊട്ടിച്ചിരിച്ചത് എന്ന്. അപ്പോൾ ആ മഹർഷി പറയുകയാണ്, എൻ്റെ ശരീരത്തിന് 8 വളവുള്ളത് ജന്മന എനിക്ക് കിട്ടിയതാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെ വളവില്ലാത്ത ശരീരമുണ്ടോ അതുപോലെ എനിക്ക് വളവുള്ളൊരു ശരീരം. നിങ്ങൾക്ക് വളവില്ലാത്ത ശരീരം കിട്ടിയതിൽ പ്രത്യേകിച്ച് ഒരു മതിപ്പൊന്നും അവകാശപ്പെടാനില്ല. എനിക്ക് ഈ വളവുള്ള ശരീരം കിട്ടിയതിൽ എനിക്കൊരു അധപ്പതനവും തോന്നേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരിക്കെ വിദ്വാൻമാരാണ് ഇവർ. മഹാരാജാവിന് ആ രാജതലത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളെ നിരീക്ഷിച്ച് പരിശോധിച്ച് അതിന് വേണ്ട ഉപദേശങ്ങളോ വിമർശനങ്ങളോ ഒക്കെ നൽകേണ്ട കൂട്ടരാണ്. അപ്പോൾ അവർക്ക് എത്രത്തോളം അറിവുണ്ടാകണം. ഇങ്ങനെയുള്ള അറിവുള്ളവരായിട്ടും ജന്മനാ 8 വളവുള്ള ഒരാൾ നടന്നു വന്നപ്പോൾ ആ നടത്തം കണ്ട് ചിരിക്കാൻ മാത്രമുള്ള ഭോഷന്മാരാണോ അവർ എന്ന് വിചാരിച്ച് ഞാൻ ചിരിച്ചതാണ്. മാത്രമല്ല, അങ്ങനെ ഒരു സദസ്സിൻ്റെ ഉപദേശം കൈപ്പറ്റിയിട്ടാണോ ഈ പ്രസിദ്ധനായിരിക്കുന്ന ജനക മഹാരാജാവ് രാജ്യം ഭരിക്കുന്നത് എന്ന് പോലും തോന്നി ഞാൻ ചിരിച്ചതാണ്. ഇത് പറഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. ജനക മഹാരാജ ഉടനെ അദ്ദേഹത്തിൻ്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. എനിക്ക് ജ്ഞാനം ഉപദേശിക്കണം എന്നായി. അന്നത്തെ കാലത്ത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ അവസാന ഭാഗം ആത്മജ്ഞാനമാണ്. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ എന്ന് കൃഷ്ണൻ വളരെ വ്യക്തമായി ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. സർവവിധ കർമ്മങ്ങളും ലൗകികമോ വൈദികമോ ആകട്ടെ എല്ലാം തന്നെ പരിസമാപിക്കുന്നത് ജ്ഞാന സമ്പാദനത്തിലാണ്. ആ ജ്ഞാനം എന്താ?
സമഗ്രമായിട്ടുള്ള ജ്ഞാനം. ഒരു നിലയ്ക്ക് അദ്വൈതജ്ഞാനം, ജ്ഞാനജ്ഞാനം. എന്താണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്? അതൊരു ദ്രവ്യമല്ല, ഒരു വസ്തുവല്ല. ജ്ഞാനം ദ്രവ്യവും വസ്തുവും അല്ലെങ്കിൽ പിന്നെ എന്താണെന്നൊരു ചോദ്യം വരുന്നു. ഇറ്റ് ഈസ് നത്തിങ് ലൈക്ക് മാറ്റർ നോർ ലൈക്ക് എനർജി. യു കനോട്ട് കോൾ ഇറ്റ് എൻ എക്സിസ്റ്റൻസ് ഓർ എൻ എക്സിസ്റ്റിംഗ് എൻറ്റിറ്റി. അങ്ങനെ ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ ജ്ഞാനം എന്താ എന്നൊരു ചോദ്യം വരുന്നു. അതുവരെ നമ്മൾ അർത്ഥം കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള ജ്ഞാനത്തിലാണ് സർവ്വപ്രവൃത്തികളും ചെന്ന് കലാശിക്കുന്നത്, അവസാനിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ആ ജ്ഞാനമാണ് ചോദിച്ചത്. ആ ചോദിച്ചതിന് അദ്ദേഹം പറയുകയാണ് മറുപടി. മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ ക്ഷമാർജവതയാ ദോഷസത്യം പീയൂഷവദ്ഭജ. കഴിഞ്ഞു കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? നമ്മൾ മനുഷ്യജീവിതത്തിന് വേണ്ട എന്തെല്ലാം ധാർമ്മിക മൂല്യങ്ങളുണ്ടോ, മൊറാലിറ്റി, എത്തിക്സ് എന്ന് പറയുന്ന വിഷയം എന്തോ, അത് മുഴുവനും ഇദ്ദേഹം പ്രതിപാദിച്ചു ഈ ഒരൊറ്റ വരിയിൽ, അവസാനത്തെ വരിയിൽ. ക്ഷമാ ആർജവതയാ ദോഷസത്യം പീയൂഷവദ്ഭജ. മൂന്നാമത്തെ വരി, നല്ല ക്ഷമ വേണം, സഹനശക്തി വേണം. നേരെ വാ നേരെ പോ എന്ന പ്രകൃതമായിരിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്. നല്ല ദയവും അനുകമ്പയും വേണം. ദോഷം എപ്പോഴും സന്തോഷത്തോടു കൂടി സന്തുഷ്ടനായിരിക്കണം. സത്യം, സത്യസന്ധത വേണം. ഈ 5 എണ്ണം കൊണ്ട് മനുഷ്യൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സമ്പർക്കത്തിലും എന്തെല്ലാം മൂല്യങ്ങളോ നിയന്ത്രണങ്ങളോ നിഷ്ഠകളോ സമീകരണങ്ങളോ വേണമോ അതെല്ലാം പരാമർശിച്ചു. ഇതെല്ലാം ഉണ്ടാവണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഉപദേശം തുടങ്ങിയത്. ഇനി വേറെ ഒന്നും അദ്ദേഹത്തിന് പറയാനില്ല. നമ്മുടെ ധർമ്മശാസ്ത്രത്തെ മുഴുവൻ ചുരുക്കി എടുക്കുകയാണെങ്കിൽ ഈ 5 വാക്കിൽ ഒതുക്കാവുന്നതാണ്. ക്ഷമ, ആർജവ, ദയാ, ദോഷ, സത്യം, പീയൂഷവദ്ഭജ. അമൃത് പോലെ കണക്കാക്കിക്കൊള്ളൂ ഇത് മുഴുവനും. എന്നിട്ട് പരിശീലിക്കൂ, അനുശീലിക്കൂ, സ്വന്തമാക്കി തീർക്കൂ, സ്വകീയമാക്കൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാ. ഇത് നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലും വേണം, മനസ്സിലാക്കും വേണം. ഈ ലോകത്തിലെല്ലാം കൂടി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വ്യവഹരിക്കുന്നതും സമ്പർക്കം നടത്തുന്നതും എല്ലാറ്റിനെയും കൂട്ടിപ്പിടിച്ച് പറഞ്ഞാൽ ഒരു ഭാഗത്ത് കാണപ്പെടുന്നത് ദൃശ്യം, മറുഭാഗത്ത് കാണുന്നത് ദ്രഷ്ട അല്ലെങ്കിൽ ദൃക്ക്. എന്താ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഓ ഒന്ന് ഉറക്കെ പറയും. നമ്മുടെ ജീവിതത്തിൽ കാണുന്നതിനെ മുഴുവനും 2ആയിട്ട് തിരിക്കാം. The entire world of objects which we are perceiving and which we are dealing with, interacting with. The entire world. The sensory world. Things which you see, which you hear, which you taste, which you smell and also touch. ആ വിശ്വപ്രപഞ്ചം, ദൃശ്യപ്രപഞ്ചം ഒട്ടാകെ ദൃശ്യമാണ്, കാണപ്പെടുന്നതാണ്, വിഷയമാണ്, ഓബ്ജക്റ്റാണ്. ഇതിനെ മുഴുവൻ കണ്ട് മനസ്സിലാക്കുന്ന ആ കാണുന്ന ഒന്നുണ്ട്. അതാണ് ദ്രഷ്ടാവ്, കാണുന്നവൻ, അല്ലെങ്കിൽ ദൃക്ക്, കാണുന്നത്. ഇങ്ങനെ ദൃക്കെന്നും ദൃശ്യമെന്നും തരംതിരിക്കാൻ മാത്രമുള്ളതേ ഈ ലോകത്തിലെല്ലാം ഉള്ളൂ നമ്മുടെ അനുഭവത്തിലേശുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ ഉണ്ടാത്ത? മനസ്സിലായോ? എന്താ ഒരു അമാന്തം? കുറച്ച് ദൂരെ ആയിരിക്കണേ. എനിക്ക് സംസാരിക്കാൻ ഉത്സാഹം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാം. ഞാൻ ഈ നിർത്തി ഇങ്ങനെ ചോദിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് പറയുകയാണ്. ദി എൻറ്റയർ ലൈഫ് ഓഫ് അവേഴ്സ്, ദി എക്സ്പീരിയൻസസ് വി gather, the knowledge which we acquire or gain, all of them put together, they always tell us that there are 2 different aspects in the world. Our life can be divided into 2. One is the things seen and visible. The other is the seeing, the seer, the drashta. അങ്ങനെ 2ആയി തിരിഞ്ഞു. സബ്ജക്റ്റും ഓബ്ജക്റ്റുമായി തിരിച്ചു കഴിഞ്ഞിട്ട് പറയാണ്, ന പൃഥ്വീ ന ജലം നാഗ്നി ന വായുർ ദ്യൗർനവാ ഭവാൻ.
ജനക മഹാരാജാവേ കേട്ടോളൂ, കേട്ടോളൂ. ഈ ലോകം മുഴുവനും പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ്. ആ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാ? കട്ടിയായിട്ടുള്ള ഭൂമി, ദ്രവമായിട്ടുള്ള ജലം, ബാഷ്പമായിട്ടുള്ള വാതരൂപത്തിലുള്ള കാറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ അഗ്നി എനർജിയിൽപ്പെടും, ഊർജത്തിൽപ്പെടും, പിന്നെ ആകാശം. ഇതിനെല്ലാം ആധാരമായിട്ടുള്ള അതിസൂക്ഷ്മമായ ഒരു പ്രകടന വിശേഷം. ഈ 5 ഭൂതങ്ങളിൽ മനസ്സിലാക്കിക്കൊള്ളൂ ജനക. ജനക, ഭവാൻ ന പൃഥ്വി, ഭൂമിയല്ല, ന ജലം, ജലമല്ല, നാഗ്നി, അഗ്നിയല്ല, ന വായുഹു, വായുവുമല്ല, ന ദ്യൗഹു, ആകാശവുമല്ല. ഇതൊന്നുമല്ല ഭവാൻ, അങ്ങ്. പിന്നെ ആരാ? യേഷാം സാക്ഷിണമാത്മാനം, യേഷാം സാക്ഷിണമാത്മാനം. ഇവയെല്ലാറ്റിനെയും ഒരുപോലെ നോക്കിക്കാണുന്ന സാക്ഷി. യു ആർ ദ വിറ്റ്നസ് ഓഫ് ഓൾ ദീസ് ഓബ്ജക്ട്സ്. ദീസ് ആർ ഓബ്ജക്ട്സ് ബിഫോർ യു. യു ആർ ദ സബ്ജക്റ്റ് ബിഫോർ ദം. അവയെല്ലാറ്റിനെയും നോക്കിക്കാണുന്ന ആ ദ്രഷ്ടാവാണ്. ആ ദ്രഷ്ടാവ് ഈ കാണുന്ന ദൃശ്യവസ്തുക്കളെ പോലെയല്ല. ഭൂമി, ജലം, വായു എന്ന് പറയുന്ന 3 മാറ്ററിൽപ്പെട്ടതാണ്, ദ്രവ്യത്തിൽ. അഗ്നി ഊർജത്തിൽപ്പെട്ടതാണ്. ആകാശം ഇത് രണ്ടും, ഒന്നിലോ ഇത് അല്ലെങ്കിൽ അത് എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടുമല്ല, അങ്ങനെ ഒന്ന്. അങ്ങ് ഈ പറഞ്ഞ 5ഉമല്ല. ഈ പറഞ്ഞ 5ഉമല്ലെങ്കിൽ പിന്നെ ആരാ? ഇഫ് യു ആർ നോട്ട് എനി വൺ or all of these Panjabhutas, then what are you? Their witness, their observer, their experiencer, their feeler. ഇത് 5ഉമല്ലെങ്കിൽ ആ 5നെ നോക്കിക്കാണുന്ന വിറ്റ്നസ്സാണ്. ചിദ്രൂപം. ഇവയ്ക്കൊന്നുമില്ലാത്തൊരു സ്വരൂപമാണ് അങ്ങയുടേത്. ഇവയെല്ലാം ജഡമാണ്, ജഡമാണ്. അതിന് തൊട്ടാൽ അറിയില്ല. നമ്മളെ തൊട്ടാലോ നമുക്കറിയും, നമ്മളെ വിളിച്ചാലോ നമുക്ക് കേൾക്കാം. ആരെങ്കിലും ഒരാൾ നമ്മളെ നോക്കുന്നുണ്ടെങ്കിൽ ആ ആളുടെ കണ്ണ് നോക്കി ആ ആൾ എന്നെ നോക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ യു ആർ നോട്ട് ലൈക്ക് എനി വൺ ഓഫ് ദീസ്. ദേ ആർ ഇൻസെൻഷ്യന്റ്, ദേ ആർ ടോട്ടലി ഇനേർട്ട്. ബട്ട് ഇൻ യുവർ കേസ് യു ആർ നോട്ട് ഇനേർട്ട്. യു ആർ നോട്ട് ഇനേർട്ട്. അവയെ നോക്കിക്കാണുന്ന അങ്ങുണ്ടല്ലോ, ആ അങ്ങ് ഉണർവാണ്, ചിത്സ്വരൂപമാണ് അങ്ങയ്ക്ക്. ചിദ്രൂപം വിദ്ധി മുക്തയെ. ഈ ചിദ്രൂപത്തിനെ മനസ്സിലാക്കിയാൽ മോക്ഷമായി. ജ്ഞാനം എങ്ങനെ കിട്ടും? മോക്ഷം എങ്ങനെ കിട്ടും? വൈരാഗ്യം എങ്ങനെ കൈവരിക്കാം എന്നായിരുന്നു ജനക മഹാരാജാവിൻ്റെ ചോദ്യം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ വാക്കുകൊണ്ട് ഉത്തരം പറയുകയാണ്. ചിദ്രൂപം വിദ്ധി മുക്തയെ. ചിത്താണ് അങ്ങയുടെ സ്വരൂപം. കോൺഷ്യസ്നെസ് ആണ് അങ്ങ്. പ്രജ്ഞയാണ് അങ്ങ്. ശുദ്ധബോധമാണ് അങ്ങ്. ആ ശുദ്ധബോധത്തെ മനസ്സിലാക്കൂ, അപ്പം മോക്ഷമായി. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ കൂട്ടരെ? ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഒന്നുമല്ല നിങ്ങൾ. ഇവിടെയുള്ള ഏത് കുട്ടിക്കും ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. കാണപ്പെടുന്ന വസ്തുക്കളല്ലെങ്കിൽ പിന്നെ അങ്ങ് ആരാ? ഓരോരുത്തരും ആരാ? കാണുന്നവൻ. കാണപ്പെടുന്നതാവില്ലല്ലോ. കാണുന്നവൻ കാണപ്പെടുന്നതിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് നാം അതിനെ കാണുന്നത്. എൻ്റെ മുൻപിലിതാ ഒരു കർട്ടനുണ്ട്, മാലകളുണ്ട്. അത് എന്നിൽ നിന്ന് അകന്നിരിക്കുന്നത് കൊണ്ടാണ് എനിക്കതിനെ കാണാൻ പറ്റുന്നത്. അപ്പം കാണപ്പെടുന്നത് കാണുന്നവനല്ല. കാണപ്പെടുന്നത് ജഡമാണ്, അതിന് കാണാൻ പറ്റില്ല. കാണുന്ന ഞാനോ ചേതനാമയനാണ്. ആ ചേതനാമയത്വം മനസ്സിലാക്കി ഞാൻ ചിദ്രൂപിയാണ്, ഉണർവാണ്, ശുദ്ധബോധമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ 5 എണ്ണം കൊണ്ടും നമുക്ക് ഒന്നും ഒരു കാലത്തും വരാനില്ല. ഭൂമിയിൽ നിന്നോ, വെള്ളത്തിൽ നിന്നോ, കാറ്റിൽ നിന്നോ, അഗ്നിയിൽ നിന്നോ, ആകാശത്തിൽ നിന്നോ നമുക്ക് ഒരു കാലത്തും ഒരു തരി പോലും എന്തെങ്കിലും തരത്തിൽ ബാധയോ വിഷമമോ പോറലോ ഉണ്ടാവില്ല. ഇതല്ലേ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്? അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവച. ഈ ഉള്ളിലുള്ള ഉണർവ് എന്ന് പറയുന്ന ഈ സാധനത്തിന്
ഉണക്കാൻ പറ്റില്ല, നനയ്ക്കാൻ പറ്റില്ല, വരട്ടാൻ പറ്റില്ല, ദഹിപ്പിക്കാൻ പറ്റില്ല, അതിനെ സ്പർശിക്കാൻ ഒന്നുമില്ല. ആ ചിദ്രൂപത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അറിവിൽ നിന്നാണ് മുക്തി നിർഗളിക്കുന്നത്. ഇവിടെ അറിയേണ്ട ചോദ്യമേ വരുന്നുള്ളൂ. അറിയുന്നത് ബുദ്ധിയാണ്, മനസ്സിൻ്റെ സഹായത്തോടു കൂടി. അപ്പം മനോബുദ്ധി പ്രയത്നമാണിത്. ഈ പ്രയത്നത്തിൽ വേറെ ഒരു ഘടകവുമില്ല. അവിടെ വിഗ്രഹമില്ല, അവിടെ പുഷ്പമില്ല, അവിടെ മന്ത്രതന്ത്രാദികളില്ല, അവിടെ ജപമില്ല, കൈകാൽ അനങ്ങുന്നില്ല, യാതൊന്നും ശാരീരമോ വാചികമോ ആയിട്ട് അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ മാനസവും ബൗദ്ധവുമായിട്ടുള്ള പ്രയത്നങ്ങളേ ഉള്ളൂ. ആ പ്രയത്നം വഴി മനസ്സിലാക്കേണ്ടതാണ് ഈ കാര്യം. യതി ദേഹം പൃഥകൃത്യ ചിതി വിശ്രാമ്യതിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. കാണപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന്, ആ കാണപ്പെടുന്ന വസ്തുക്കളിൽ പെട്ടതാണ് നിങ്ങളുടെ ദേഹവും. ഓരോരുത്തരും നിങ്ങളുടെ ദേഹത്തെ കാണുന്നുണ്ട്, തൊടുന്നുണ്ട്, മണക്കുന്നുണ്ട്. ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചാൽ അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ദേഹം ഈ പഞ്ചഭൂതങ്ങളെപ്പോലെ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഒരു കൊച്ചു ഘടകമാണ്. ദേഹവും വിഷയം തന്നെ, കാണപ്പെടുന്നത് തന്നെ. ആ ദേഹത്തിൽ നിന്ന് യതി ദേഹം പൃഥകൃത്യ ചിതി വിശ്രാമ്യതിഷ്ഠസി, ആ വേർതിരിച്ച് കാണുന്ന ആ ചിത്തിൽ നീ വിശ്രമം കൊള്ളുമെങ്കിൽ, ജനക മഹാരാജാവേ, അങ്ങക്ക് ഈ കാണപ്പെടുന്ന ശരീരത്തെ കാണുന്ന ഉണർവായി വ്യത്യാസപ്പെടുത്തി ആ ഉണർവിൽ വിശ്രമിക്കാൻ സാധിക്കുമെങ്കിൽ, അധുനൈവ സുഖീ ശാന്തോ, ദിസ് വെരി മോമെൻറ്റ് സുഖീ ശാന്തോ, പരമസുഖിയായി, എക്സ്ട്രീംലി കംഫർട്ടബിൾ, എക്സ്ട്രീംലി ഹാപ്പി, ശാന്തോ, എക്സ്ട്രീംലി കാം ആൻഡ് ക്വയറ്റ്, പോയ്സ്ഡ്. എല്ലാവിധത്തിലും അങ്ങയ്ക്ക് ശാന്തിയും സന്തോഷവും സമാധാനവും നിർവൃതിയും ഉണ്ടാവും. ബന്ധമുക്തോ ഭവിഷ്യസി, അതോടുകൂടി സർവബന്ധനങ്ങളും ഇല്ലാതെയായിത്തീരും. ബന്ധനങ്ങൾ നീക്കാനുള്ള വഴി അറിവാണ്. ആ അറിവോ എന്തിനെ കേന്ദ്രീകരിച്ചിരിക്കണു? കാണുന്ന എന്നെ, ദ്രഷ്ടാവായ എന്നെ ദൃശ്യത്തിൽ നിന്ന് വേർതിരിച്ച് ഞാൻ ദ്രഷ്ടാവാണ്, ദൃക്കാണ്, ഒരിക്കലും ദൃശ്യമാകില്ല, ദൃശ്യം ദൃശ്യത്തിൻ്റെ പാട്ടിൽ നിൽക്കട്ടെ, ദ്രഷ്ടാവായിരിക്കുന്ന എന്നെ സ്പർശിക്കാനോ ഉൾപ്പെടുത്താനോ അതിന് സാധിക്കില്ല എന്ന അറിവും ഉണർവും അനുഭവം ഉണ്ടായി എന്നുണ്ടെങ്കിൽ മുക്തി പൂർണ്ണമായി എന്ന ഉപദേശത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. എവിടെ പോയി കാര്യങ്ങൾ? എന്നെ നോക്കൂ, നല്ലോണം കേൾക്കൂ. ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവനും ഞാനല്ല. അവയൊക്കെ ഞാൻ കാണുന്നതാണ്, എന്നാൽ കാണപ്പെടുന്നതാണ്. ഞാൻ അവയിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നു. ആ വ്യത്യസ്തനായ എന്നെ ഒരു കടുകട പോലും ഇവയ്ക്ക് ഉൾപ്പെടുത്താനോ ബാധിക്കാനോ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിർബാധിതനാണ്, ഞാൻ ഏകനാണ്, ദ്രഷ്ട മാത്രമാണ്. ദൃശ്യത്തോടു കൂടി എനിക്ക് പുലബന്ധം പോലുമില്ല. ഞാൻ കാണുന്ന വസ്തുക്കൾ എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അവയ്ക്ക് ഒരിക്കലും എന്നോടുകൂടി ചേരാനോ എൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനോ പറ്റില്ല. നിങ്ങൾ അധിവസിക്കുന്ന ഭൂമി, അതിൻ്റെ ഒരു തരി എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലേക്ക് കിടക്കുമോ കൂട്ടരെ? നിങ്ങൾ കാണപ്പെടുന്ന വസ്തുക്കൾ ഏതെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമോ? ഇതുണ്ടാതെ മനസ്ഥലത്തിലേക്ക് പ്രവേശിക്കുമോ? കാണപ്പെടുന്ന വസ്തുക്കൾ കാണപ്പെടുന്നതായേ നിൽക്കുള്ളൂ. കാണുന്ന എന്നിൽ അവ പ്രവേശിക്കില്ല. ഈ വസ്തുവിനെ ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രതിച്ഛായ മാത്രമാണ് എൻ്റെ മനസ്സെടുക്കുന്നത്. ആ മനസ്സാണ് ഇതിൻ്റെ പ്രതിച്ഛായ എടുത്ത് ആ പ്രതിച്ഛായയാണ് എനിക്ക് കാണിച്ചു തരുന്നത്. ഈ വസ്തു എൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്താ വിഷമം? ഒന്ന് പറയും. എന്താ നിങ്ങൾക്ക് വിഷമം? എവിടം കൊണ്ടാ വിഷമം? The entire world stands as an object to be perceived by you.
to be interacted by you. Nothing of this world can or will, or it has ever entered into your being. Everything remains at a distance, separate from you. എല്ലാ വസ്തുക്കളും നിങ്ങളിൽ നിന്ന് അകന്ന് പല ദൂരങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. ആ വസ്തുക്കൾ ഒരു കാലത്തും നിങ്ങളുടെ ഉള്ളിൽ മനസ്ഥലത്തിൽ പ്രവേശിക്കുന്നില്ല. അപ്പോൾ അവ കൊണ്ട് നിങ്ങൾക്ക് എന്താ വരാൻ പോണേ? മത്തങ്ങ ഒന്നുമില്ല. ആ ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കി ആ അറിവിൽ ഉറച്ചിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് അറിവിൻ്റെ പ്രയാണമാണ്, അറിവിൻ്റെ പ്രയാണമാണ്, ജ്ഞാനയാത്രയാണ്, വിജ്ഞാനയാത്രയാണിത്. യദി ദേഹം പൃഥക്കൃത്യ ചിതി വിശ്രാമ്യ തിഷ്ഠസി അധുനൈവ സുഖീശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. നമ്മൾ 6 അധ്യായങ്ങൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ 7ാമത്തെ അധ്യായത്തിലേക്കുള്ള പ്രവേശമാണ്. അതനുസരിച്ച് പലരും ഇവിടെ മുമ്പ് കേട്ടവരുണ്ടാവും. നിങ്ങൾക്കതനുസരിച്ച സംസ്കാരവും ബോധവും ഈ ജ്ഞാനം ഉൾക്കൊള്ളാനുള്ള ആ പാകം ഇതൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജനകൻ പറയുകയാണ്, അഷ്ടാവക്ര മഹർഷി പറയുന്നത് കേട്ട് ഭഗവത്ഗീതയിലെ അർജുനൻ ചില ചോദ്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. ഇവിടെ ജനക മഹാരാജാവ് അർജുനനെ പോലെയല്ല, വലിയ ഒരു പരമജ്ഞാനിയായിരുന്നു അദ്ദേഹം. ആ ജ്ഞാനിയായിരുന്ന അദ്ദേഹം ഒരളവ് വരെ ജ്ഞാനം സിദ്ധിച്ചിട്ടുള്ള അദ്ദേഹമാണ് ഈ അഷ്ടാവക്ര മഹർഷിയുമായി സംവദിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതേ സമയത്ത് കേട്ട് മനസ്സിലാക്കി മറുപടി പറയുന്നു. ആ മറുപടി പറയുന്നതിനെ ആധാരമാക്കി പിന്നെ മഹർഷി കൂടുതൽ സംസാരിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. 7ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ ശ്ലോകം. മയി അനന്തമഹാംബോധൗ വിശ്വബോധ ഇതസ്തതഃ ഭ്രമതി സ്വാന്തവാദേന ന മമാസ്ത്യസഹിഷ്ണുത. മയി അനന്തമഹാംബോധൗ വിശ്വബോധ ഇതസ്തതഃ ഭ്രമതി സ്വാന്തവാദേന ന മമാസ്ത്യസഹിഷ്ണുത. ജനകൻ പറയാണ്, മയി മയി എന്നിൽ എന്നിൽ. എങ്ങനത്തവനാണ് ഞാൻ? നിങ്ങളുടെ എല്ലാവരുടെയും വിചാരം ശരീരം. ആ ശരീരത്തിന് പരിമിതിയുണ്ട്. 60, 70, 80 കിലോ തൂക്കമുള്ള ഒരു പിണ്ഡമാണത്, മാംസപിണ്ഡം. അതിൻ്റെ ഉള്ളിൽ എത്ര സ്ഥലമുണ്ടാവും? അധികം സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഉള്ളതൊക്കെ മാംസത്താലും രക്തത്താലും വായുവാലും ജലത്താലും അഗ്നിയാലും എല്ലാം നിറഞ്ഞിരിക്കുന്നതാണ്. അതിൽ പിന്നെ ഒരു സ്ഥലമൊന്നുമില്ല. അങ്ങനെ ആ ശരീരത്തോടു കൂടി ശരീരത്തിൻ്റെ ഭാഗമായിട്ടല്ല നിൽക്കുന്ന മനസ്സാണ് എല്ലാ വസ്തുക്കളുടെയും പ്രതിച്ഛായ ഉണ്ടാക്കി തീർക്കുന്നത്. നിങ്ങളൊരു ആനയെ കാണുമ്പോൾ ആന നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല, മരവും പ്രവേശിക്കുന്നില്ല. ഒരു പർവ്വതത്തെ നോക്കി കാണുമ്പോൾ സഹ്യാദ്രിയെ നോക്കി കാണും. നമ്മുടെ ഐകുന്ന് പാണ്ഡവഗിരിയിൽ ഒരു ദേവീക്ഷേത്രമുണ്ട്. അതിൻ്റെ കിഴക്കേ ചെരുവിലാണ് നമ്മുടെ നാരായണാശ്രമ തപോവനം. അവിടെ വന്നാൽ നിങ്ങൾക്ക് സഹ്യാദ്രി നല്ല പോലെ കാണാം. ആ സഹ്യാദ്രിയെ കാണുമ്പോൾ ആ അദ്രി, ആ പർവ്വതം അവിടുന്ന് പുറപ്പെട്ട് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നുണ്ടോ? എന്താ ഒരു മിണ്ടാത്തെ? പിന്നെ എങ്ങനെയാണ് കാണണേ? കാണുന്നത് നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുമല്ല, അത് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ടുമല്ല. നിങ്ങളുടെ മനസ്സ് കണ്ണിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ ഒരു ഛായ, ഒരു പ്രതിച്ഛായ രൂപപ്പെടുത്തുന്നു, ഒരു ഇംപ്രിൻ്റ്. ദ മൈൻഡ് ഈസ് ഫോമിങ് ആൻ ഇംപ്രിൻ്റ് ഓഫ് ദ മൗണ്ടൻ, ആൻഡ് ദ ഇംപ്രിൻ്റ് ഈസ് ഫോംഡ് ബൈ ദ മൈൻഡ് ആൻഡ് ഇൻ ദ മൈൻഡ് ഓൾസോ, ശരീരത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ ഒരു പ്രതിച്ഛായ എടുക്കാനും ആകാശത്തിൻ്റെയും നക്ഷത്രങ്ങളുടെയും പ്രതിച്ഛായ എടുക്കാനും പറ്റിയതാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ എന്നോടൊന്ന് പറയൂ, ഈ മനസ്സ് ചെറുതോ അതോ വലുവലുതോ? എന്താ ഒരു മിണ്ടാത്തെ? വലുവലുതാ. ഈ മനസ്സ് ചെറുതല്ല. ഇറ്റ് ഈസ് നോട്ട് സ്മോൾ, ഇറ്റ് ഈസ് ഹ്യൂജ്, ഹ്യൂജ്, ഹ്യൂജർ ദാൻ സ്പേസ്, ഹ്യൂജർ ദാൻ ഓൾ ദ സ്റ്റാർസ് പുട്ട് ടുഗദർ. അങ്ങനെയുള്ള ആ അനന്തമഹാംബോധവും അനന്തമായിരിക്കുന്ന സമുദ്രമായ എന്നിൽ. അപ്പം ഞാൻ പരിമിതനാണ്, കടുക് പോലെയുള്ളവനാണ്, അല്ല കുളം പോലെ, അല്ല തടാകം, അല്ല അനന്തമായ സമുദ്രം പോലെയുള്ള എന്നിൽ വിശ്വബോധ ഇതസ്തതഃ
വിശ്വം എന്ന് പറയുന്നത് ഒരു വഞ്ചി പോലെയാണ്. ആ വിശ്വവഞ്ചി ഇതസ്തത, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചോട്ടെ. ഭ്രമതി സ്വാന്തവാദേന. അനന്തമായ സമുദ്രം, സാധാരണ സമുദ്രത്തിൽ കാറ്റുണ്ടാവണമെങ്കിൽ വെള്ളത്തിൻ്റെ ഭാഗമല്ല കാറ്റ്, വെള്ളത്തിന് മുകളിലാണ് ഈ വായുകോശം. ആ വായുവാണ് ഇങ്ങനെ ശക്തിയായിട്ട് ഊതി തരംഗങ്ങൾ ഉണ്ടാവുന്നത്. ഈ വഞ്ചിയൊക്കെ നീങ്ങുന്നത് കാറ്റുകൊണ്ടാണ്. ആ കാറ്റുകൊണ്ട് വഞ്ചി നീങ്ങുന്നത് പോലെ ഭ്രമതി സ്വാന്തവാദേന, എൻ്റെ ശരീരത്തിലുള്ള മനസ്സ് എന്ന് പറയുന്ന സമുദ്രത്തിൽ അവിടെ വീശുന്ന കാറ്റുണ്ടല്ലോ, അത് ഈ മനസ്സ് തന്നെ രചിക്കുന്ന കാറ്റാണ്, പുറമേ നിന്ന് വന്ന കാറ്റല്ല. മനസ്സ് ഒരു വഞ്ചി ഉണ്ടാക്കി, ആ വഞ്ചിയെ താൻ തന്നെ രചിച്ച കാറ്റുകൊണ്ട് സ്വാന്തവാദേന ഭ്രമതി. ഒരു ലക്കും ലഗാനവുമില്ലാതെ അവിടെ ചിന്തകൾ വന്ന് ഉദിച്ച് അസ്തമിക്കുന്നു. പല ചിന്തകളും നമ്മെ പരിഭ്രമിപ്പിക്കുന്നു, മോഹിപ്പിക്കുന്നു, ഭ്രമിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് മനസ്സിൻ്റെ സ്വന്തം ശക്തി കൊണ്ടാണ്. എവിടെ? മനസ്ഥലത്തിൽ തന്നെയാണ്. ഈ മനസ്സിൻ്റെ അനന്തമായ അളവ് നിങ്ങൾ ആദ്യമായി ഗ്രഹിക്കുക. അതിൽ നടക്കുന്ന കോലാഹലങ്ങളാണ് ഈ ജീവിതത്തിൽ അടിമുടി. ആദ്യം മുതൽക്ക് അവസാനം വരെ മനസ്സ് രചിക്കുന്ന കോലാട്ടങ്ങളും കോലാഹലങ്ങളുമാണ്. അതിനെ വിശ്വം തന്നെ ഒരു വഞ്ചി, വിശ്വബോധ. ഈ വിശ്വം എന്ന് പറയുന്നത് ഒട്ടാകെ ഒരു വഞ്ചിയാണ്. ഈ വഞ്ചി എവിടെയാണ് രചിക്കപ്പെടുന്നത്, എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ മനസ്ഥലത്തിൽ. അപ്പോൾ മനസ്ഥലത്തിൽ ഈ വിശ്വം എന്ന് പറയുന്ന വഞ്ചി മനസ്സ് തന്നെ രചിക്കുന്ന കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കട്ടെ. നമമാസ്യ സഹിഷ്ണുത. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതുതന്നെ രചിച്ച കാറ്റിൻ്റെ വിശേഷത്താൽ, ശക്തിയാൽ മനസ്സ് തന്നെ രചിച്ച ഈ വിശ്വവഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൽ എന്താ തെറ്റ്? എൻ്റെ മനസ്സാണ് ഇതൊക്കെ രചിച്ചിരിക്കുന്നത്. ആ മനസ്സിലാണ് ഈ കാണുന്ന കോലാഹലം. അത് മനസ്സിനെ ബാധിക്കില്ലല്ലോ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി ഉയർന്ന സ്ഥലത്തിൽ നിന്ന് താഴത്തേക്ക് പെട്ടെന്ന് വീണാൽ വലിയ ഒരു വെള്ളച്ചാട്ടമുണ്ടാവും. ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ധൂലായി പറക്കും. ഇങ്ങനെ പറന്നത് കൊണ്ടോ വീണത് കൊണ്ടോ വെള്ളത്തിന് എന്തെങ്കിലും കേടുണ്ടോ എന്ന് പറയും നിങ്ങൾ? എന്താ മിണ്ടാത്തെ? വെള്ളത്തിന് എന്തെങ്കിലും കോട്ടം വരുന്നുണ്ടോ? വേദനിക്കുന്നുണ്ടോ? ഓ, എന്താ പിന്നെ വിഷമം? മനസ്സ് തന്നെ രചിച്ച വിശ്വവഞ്ചി, മനസ്സ് തന്നെ രചിച്ച കാറ്റ് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാറുന്നു. ആ പാറൽ കൊണ്ട് ഈ വിശ്വത്തിനോ അല്ല ഈ വെള്ളത്തിനോ ഈ മനസ്സിനോ എന്താണ് വരാനുള്ളത്? ഒന്നുമില്ല. എത്ര ചിന്തകൾ വന്നുപോയി, എത്ര ദുഃഖങ്ങൾ കടന്നുപോയി, എത്ര സുഖങ്ങൾ അനുഭവിച്ച് നീങ്ങി. ഈ അനുഭവങ്ങൾ കൊണ്ടൊക്കെ മനസ്സിന് എന്തെങ്കിലും ഒരു പോറൽ വന്നിട്ടുണ്ടോ? ഇതാ ഒരു മിണ്ടാതെ ഒന്ന് പറയിൻ. എത്രയോ വന്നു, ഇനിയും വരും, വരാനിരിക്കണം. എത്ര ചിന്തകൾ വന്ന് അങ്ങോട്ട് അസ്തമിച്ചു പോയി. ആ ചിന്തകൾ കൊണ്ടോ അവയുടെ തിരോധാനം കൊണ്ടോ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇനിയുള്ള ചിന്തകൾ കൊണ്ട് വരാൻ പോകുന്നത്? ഈ വസ്തുനിഷ്ഠത, ഈ സത്യം മനസ്സിലാക്കി കുലുക്കമില്ലാതെ ഇരിക്കൂ. മമാസ്തി അസഹിഷ്ണുത. എന്ത് ദുഃഖം വന്നാലും അതിൽ എന്നിൽ വരുന്നതാണ്, എൻ്റെ മനസ്സ് രചിക്കുന്നതാണ്. ആ മനസ്സ് രചിക്കുന്നത് കൊണ്ട്, മനോരചന കൊണ്ട് മനസ്സിന് ഒരു വിധത്തിലുള്ള വിഷമമോ തളർച്ചയോ ഇല്ല എന്നുള്ള അറിവ് കൈക്കലാക്കി ശാന്തമായി, പ്രശാന്ത ഗംഭീരമായി, വീക്ഷണ വൈഭവത്തോടുകൂടി, ഉറപ്പോടുകൂടി, വിശ്വാസത്തോടുകൂടി, അനുഭവസിദ്ധിയോടുകൂടി കുലുക്കമില്ലാതിരിക്കൂ. ഇതാണ് നമുക്ക് ആവശ്യം. ഇവിടെ മറ്റു കാര്യങ്ങളല്ല പറയുന്നത്. തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് മാത്രമേ ഇവിടെ പരാമർശമുള്ളൂ. ആ വ്യക്തിത്വം മുഴുവനും ഊന്നി നിൽക്കുന്നത്, കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ശരീരത്തിന് നമുക്കുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ശരീരത്തിലുള്ള ഉണർവാണ്, കോൺഷ്യസ്നെസ്സാണ്. ആ കോൺഷ്യസ്നെസ്സിൻ്റെ കോലാഹലമാണ് ലോകത്തിൽ നടക്കുന്നത്. അത്രയും മയ്യനന്തമഹാംബോധൗ വിശ്വബോധ ഇതസ്തതഃ ഭ്രമതി സ്വാന്തവാദേന
ന മമാസ്ത്യസഹിഷ്ണുത. എൻ്റെ കൂട്ടരെ നിങ്ങൾ വിചിന്തനം ചെയ്യണം. എന്തിനെപ്പറ്റി? അവനവനെ പറ്റി, തൻ്റെ മനസ്സിനെ പറ്റി. തൻ്റെ മനസ്സ് രചിക്കുന്ന ദൃശ്യം, അനുഭവിക്കുന്നതൊക്കെ ദൃശ്യമാണ്. താൻ ദ്രഷ്ടാവാണ്. ദ്രഷ്ട ഉണ്ടെങ്കിലേ ദൃശ്യമുള്ളൂ. ദൃശ്യമില്ലാതെയാവുന്ന കാലമാണ് ഉറക്കം. ആ ഉറക്കത്തിൽ ദൃശ്യം മുഴുവനും പോയി. എന്നാൽ ആ ഉറങ്ങുന്ന നിങ്ങൾ, ദ്രഷ്ടാവായ നിങ്ങൾ പോകുന്നില്ല. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണ്. ആ ഒറ്റയെ ഒരു തരത്തിലും മറ്റൊന്നാക്കാൻ ലോകത്തിലൊന്നുമില്ല. ഈ അറിവിൽ ഉറച്ചിരിക്കാൻ പറ്റുമോ? നിങ്ങൾ മുക്തനായി. അല്ലെങ്കിലോ തപ്പി നടന്നോളൂ. തൽക്കാലം നമുക്ക് നിർത്താം. അതുപോലെ ഞാനൊരു ശ്ലോകം പറഞ്ഞ് ഓങ്കാരം ജപിച്ച് നമുക്ക് നിർത്താം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ സമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ സമോദിതശ്രീ. ഹരി ഹരി ഹരി. എല്ലാവരും കൂടെ ജപിക്കുക. ഓ ഹരി ഓം. നാളെ നമുക്ക് കൃത്യസമയത്തിന് വന്നു കൂടാം. എല്ലാവരും വരൂ, ശ്രദ്ധിക്കൂ.